Hello, I am Anjusha, BSc Computer Science 4th semester student ആണ്. In this video, I am going to discuss some basics of the topic microprocessor. First തന്നെ എന്താണ് microprocessor എന്ന് നോക്കാം. A microprocessor is a multi-purpose programmable clock-driven and register-based electronic device. അതായത് ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ എല്ലാ ക്യാപ്പബിലിറ്റീസുമുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് നമ്മുടെ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റീഡ്സ് ബൈനറി ഇൻസ്ട്രക്ഷൻസ് ഫ്രം മെമ്മറി, അക്സെപ്റ്റ്സ് ബൈനറി ഡാറ്റ ആസ് ഇൻപുട്ട്, ദെൻ പ്രോസസ് ദാറ്റ് ഡാറ്റ അക്കോർഡിംഗ് ടു ദി ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊവൈഡ്സ് ഔട്ട്പുട്ട്. അപ്പോൾ ഈ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ബൈനറി ഇൻസ്ട്രക്ഷൻസിനെ ഇൻപുട്ടായി അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഹിയർ വി ക്യാൻ സീ ദി ജനറൽ ആർക്കിടെക്ചർ ഓഫ് എ മൈക്രോ പ്രോസസ്സർ. ഇനി നമുക്ക് വേർഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എ വേർഡ് ലെങ്ത് ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് എ മൈക്രോ പ്രോസസ്സർ റെക്കഗ്നൈസ് ആൻഡ് പ്രോസസ്സസ് അറ്റ് എ ടൈം. അറ്റ് എ ടൈമിൽ ഒരു മൈക്രോ പ്രോസസ്സർ റെക്കഗ്നൈസ് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതുമായ നമ്പർ ഓഫ് ബിറ്റ്സിനെയാണ് വേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. എ മൈക്രോ പ്രോസസ്സർ വിത്ത് വേർഡ് ലെങ്ത് കെ ഈസ് റെഫേർഡ് ടു ആസ് എ കെ ബിറ്റ് മൈക്രോ പ്രോസസ്സർ. അതായത് ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ വേർഡ് ലെങ്ത് 8 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മൈക്രോ പ്രോസസ്സറിനെ 8 ബിറ്റ് മൈക്രോ പ്രോസസ്സർ എന്ന് വിളിക്കാം. Intel 8085 is an 8-bit microprocessor because the majority of 8085 instructions are 8 bits. ഇവിടെ ഇപ്പോൾ ഒരു മൈക്രോ പ്രോസസ്സറും ഒരു മൈക്രോ കൺട്രോളറും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു. ഇനി ഒരു മൈക്രോ കൺട്രോളർ എന്താണെന്ന് നോക്കാം. It is an entire computer on a single chip. It contains CPU, memory and input-output interfacing circuits. ഇത് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ, ദ ഇവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസ്സർ. അതിൽ ഫസ്റ്റ് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു 4-ബിറ്റ് പ്രോസസ്സറാണ്. അതിൻ്റെ പേര് Intel 4004 ആൻഡ് ഇറ്റ് വാസ് എ പ്രോസസ്സർ ഓൺ എ സിംഗിൾ ചിപ്പ്. സെക്കൻഡ് ജനറേഷനിൽ വരുന്നത് ഇൻറ്റലിൻ്റെ തന്നെ 8008 ആണ്. അതിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ് ഇൻറ്റലിൻ്റെ തന്നെ 8088 എന്ന് പറയുന്നതും. സെക്കൻഡ് ജനറേഷനിൽ വരുന്നത് 8-ബിറ്റ് പ്രോസസ്സർ ആണെങ്കിൽ തേർഡ് ജനറേഷനിലുള്ളത് 16-ബിറ്റ് ആണ്. അപ്പോൾ ഓരോ ജനറേഷൻ വരുമ്പോഴും നമ്പർ ഓഫ് ബിറ്റ്സ് ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ജനറേഷനാണ് നമ്മുടെ 4th ജനറേഷൻ. അപ്പോൾ ഈ 4th ജനറേഷൻ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഇൻറ്റൽ 80386 മൈക്രോ പ്രോസസ്സറാണ്. ആഫ്റ്റർ 80856 ഇൻറ്റൽ കം ഔട്ട് വിത്ത് എ ന്യൂ പ്രോസസ്സർ നെയിംലി പെൻറ്റിയം പ്രോസസ്സർ ഫോളോഡ് ബൈ പെൻറ്റിയം പ്രോ CPU. ഈ ജനറേഷൻസിൻ്റെയൊക്കെ ഇംപ്രൂവ്ഡ് വേർഷൻസ് ആണ് നമ്മുടെ ഡ്യുവൽ കോറ്, ക്വാഡ് കോറ്, അതേപോലെ ഒക്ടാ കോറ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മൈക്രോ പ്രോസസ്സറിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ.